Let us discuss about oscillators. നമ്മൾ ഫീഡ്ബാക്ക് കണ്ടു, നെഗറ്റീവ് ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്ക്, രണ്ട് കൺസെപ്റ്റ് കണ്ടു. അതിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് സ്റ്റെബിലിറ്റിക്കും ബാൻഡ് വിഡ്ത്ത് ഇംപ്രൂവ് ചെയ്യാനും ഇംപീഡൻസ് മാച്ച് ചെയ്യാനും എല്ലാമായിട്ട് ആംപ്ലിഫയേഴ്സിൽ കൊടുക്കാറുണ്ട്. പക്ഷെ ഗെയിന് കുറയും. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഓസിലേറ്റേഴ്സിൽ മാത്രമാണ് സ്ഥാനം കാണുന്നത്. അപ്പോൾ ഓസിലേറ്റേഴ്സിനെ കുറിച്ച് ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. വി വിൽ ജസ്റ്റ് ബ്രഷ് അപ്പ് ത്രൂ ദ ടെക്സ്റ്റ്, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. An oscillator is a device that generates a periodic AC output signal without any form of input signal. ഇൻപുട്ട് കൊടുക്കാതെ ഔട്ട്പുട്ട് തരിക എന്നുള്ളതാണ്. ആ കൺസെപ്റ്റിൽ പറഞ്ഞു, ഇൻപുട്ട് സിഗ്നൽ ഇല്ലാന്നേ ഉള്ളൂ. ഇൻപുട്ട് പവർ എടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഡി സി ബയസിങ് കണ്ടീഷന് പവർ എടുത്തിട്ട് അത് എ സി പവറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഒരു ഓസിലേറ്ററിൽ. ഇനി നമുക്കറിയാം, ഓസിലേഷൻസ് തരുന്ന വേറൊരു ഇതാണ് ജനറേറ്റേഴ്സ്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റേഴ്സ് എന്നുള്ള വാക്കും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ജനറേറ്റേഴ്സിനെ നമ്മൾ ഒരു ഓസിലേറ്റർ എന്ന് വിളിക്കാറില്ല. കാരണം alternator is a mechanical device having rotating parts, whereas oscillator is a non-rotating electronic device. അപ്പോൾ ഓസിലേഷൻസ് തരുന്ന ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് നമ്മൾ ഓസിലേറ്റർ എന്നുള്ള ക്ലാസ്സിൽ പെടുത്താറ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഓസിലേറ്റേഴ്സ് ഓവർ ഓൾട്ടർനേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് വെറുതെ ഒന്ന് നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് നോൺ റൊട്ടേറ്റിംഗ് ഡിവൈസ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് വെയർ ആൻഡ് ടയർ ഉണ്ടായിരിക്കില്ല, ലോങ്ങർ ലൈഫായിരിക്കും. മൂവിങ് പാർട്സ് ഇല്ലാത്തത് കൊണ്ട് സൈലൻ്റ് ആയിരിക്കും ഓപ്പറേഷൻ. സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, ഓസിലേറ്റർ ക്യാൻ പ്രൊഡ്യൂസ് ലോ ഫ്രീക്വൻസി ഓസിലേഷൻസ് ടു വെരി ഹൈ ഫ്രീക്വൻസി ഓസിലേഷൻ. നിങ്ങൾക്കറിയാം, ജനറേറ്റേഴ്സിൽ ഫ്രീക്വൻസി മാറ്റി ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് നീഡ്സ് ആൻ ഇലാബറേറ്റ് സെറ്റപ്പ്. ഒരു ഫിക്സഡ് ഫ്രീക്വൻസിയിൽ ജനറേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ എ സി സപ്ലൈ ഓസിലേഷൻസ് ഓഫ് 50 ഹെർട്സ് ആണ്. നൗ ഫോർത്ത് പോയിന്റ്, ഇറ്റ് ഈസ് ഈസി ടു ചേഞ്ച് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇൻ എൻ ഓസിലേറ്റർ, ഇലക്ട്രോണിക് ഓസിലേറ്റർ. ദെൻ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി is very high and power efficiency is also high for the oscillators. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഓസിലേറ്റർ ഓവർ ഓൾട്ടർനേറ്റേഴ്സ് ഓർ ജനറേറ്റേഴ്സ്. അത് കഴിഞ്ഞ് എന്താണ് ഡാംഡ് ഓസിലേഷൻസ് എന്ന് പറഞ്ഞു. ഏതൊരു ഓസിലേഷൻസും ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞ് ഡാംഡായി മാറും. അൺഡാംഡ് ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരേ ആംപ്ലിറ്റ്യൂഡിൽ ഒരേ ടൈം പീരീഡ് കീപ്പ് ചെയ്ത് പോകുന്ന ഓസിലേഷൻസ് ആണ് അൺഡാംഡ് ഓസിലേഷൻ. അപ്പോൾ നമ്മൾ എപ്പോൾ ഓസിലേഷൻസ് ഉണ്ടാക്കിയാലും പ്രാക്ടിക്കലി അത് ഡാംഡായി പോവും. അപ്പോൾ അൺഡാംഡായി റിമെയിൻ ചെയ്യണമെങ്കിൽ റൈറ്റ് amount of energy in the right phase should be supplied to this damped oscillation so that it maintains constant amplitude and constant time period. അതാണ് അൺഡാംഡ് ഓസിലേഷൻ. ഇനി ഓസിലേറ്ററി സർക്യൂട്ടിൽ ഒരു എൽ സി ഓസിലേറ്റർ സർക്യൂട്ട്, അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് ടാങ്ക് സർക്യൂട്ട്. അതിൽ എങ്ങനെയാണ് ഓസിലേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്തു. ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി മാഗ്നറ്റിക് എനർജിയായി മാറും, തിരിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് ആവും, തിരിച്ച് മാഗ്നറ്റിക് ആവും. അങ്ങനെ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ആൻഡ് ഫോർവേഡ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിൽ ഓസിലേഷൻസായി മാറുകയാണ് ചെയ്യുന്നത്. ഒരു എൽ സി ഓസിലേറ്ററിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ്റെ ജനറൽ എക്സ്പ്രഷൻ ഡിസ്കസ് ചെയ്തു. അതാണ് എഫ് ഇസ് ഈക്വൽ ടു 1/2π√of LC എന്നുള്ളത്. ഇനി പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താണ് ഓസിലേറ്ററിൽ ഓസിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആംപ്ലിഫയർ സർക്യൂട്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കും. ഫീഡ്ബാക്ക് സർക്യൂട്ട് അനദർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കും.
and altogether the feedback energy will be in phase with the input so that there is positive feedback. അപ്പോൾ ഇതിലെ ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യും. പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉണ്ടായിരിക്കും. പിന്നെ വേറൊരു കണ്ടീഷൻ പറഞ്ഞത് MVAV ഷുഡ് ബി ഈക്വൽ ടു 1. ബാർഖൂസൻസ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതൊക്കെയാണ് ഓസിലേറ്ററിൻ്റെ മിനിമം റിക്വസിറ്റ്സ്. ഫീഡ്ബാക്ക് ഉള്ളപ്പോൾ ഫീഡ്ബാക്ക് ഗെയിൻ ഇസ് ഈക്വൽ ടു ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് ബൈ 1 മൈനസ് MVAV. പോസിറ്റീവ് ഫീഡ്ബാക്ക് പറയുമ്പോൾ ഈ ഇക്വേഷൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആവുമ്പോൾ 1 പ്ലസ് MVAV ആണ് കൊടുത്തത്. ഇവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയതുകൊണ്ട് 1 മൈനസ് MVAV. അത് കഴിഞ്ഞ് എസെൻഷ്യൽസ് ഓഫ് ട്രാൻസിസ്റ്റർ ഓസിലേറ്റർ എന്തൊക്കെയാണെന്ന് നോക്കി. ഒരു LC ടാങ്ക് സർക്യൂട്ട് വേണം, ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വേണം, ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വേണം. അതിനുശേഷം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ഓസിലേറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ, ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ് ഓസിലേറ്റർ ഡിസ്കസ് ചെയ്തു. ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. അതിനുശേഷം ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഡീറ്റെയിൽഡായി നോക്കാം. ക്രിസ്റ്റൽ ഓസിലേറ്റർ നിങ്ങൾക്ക് ഇപ്പോൾ സിലബസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. സോ വിൽ അവോയ്ഡ് ദാറ്റ് ഫോർ ദ പ്രസൻറ്റ്. ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ ആണ് ആദ്യത്തെ ഓസിലേറ്റർ. ഫ്രീക്വൻസി F is equal to 1 by 2 pi L1 C1. ഈ ടാങ്ക് സർക്യൂട്ടിൻ്റെ L ആണ് ഇവിടെ വരിക. ശ്രദ്ധിക്കുക, L1 C1. കളക്ടറിലാണ് ടാങ്ക് സർക്യൂട്ട് ഇരിക്കുന്നത്. ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററിൽ കളക്ടറിൽ ട്യൂൺഡ് സർക്യൂട്ട് ഇരിക്കുന്നു, ടാങ്ക് സർക്യൂട്ട് ഇരിക്കുന്നു. ആ ഔട്ട്പുട്ടിൻ്റെ Lൽ നിന്ന് some part of energy is fed back to the input terminal, that is the base, with the help of an inductance coil. So L1 L2 is mutually connected by induction, and the frequency of oscillation is given by F is equal to 1 by 2 pi root of L1 C1. ഈ Lഉം Cയുമാണ് ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഓൾ. ഇനി ഇവിടെ എങ്ങനെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എൻഷുവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. പോസിറ്റീവ് ഫീഡ്ബാക്കിന് ഔട്ട്പുട്ട് എനർജി ഷുഡ് ബി ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട് ഇൻ ഫേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ട്രാൻസിസ്റ്റർ CE കോൺഫിഗറേഷനിലെ ട്രാൻസിസ്റ്റർ ആക്ഷൻ കാരണം 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. ഇവിടെ L1 L2 മ്യൂച്വൽ ഇൻഡക്ഷൻ കാരണം 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 180 + 180 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. ഫൈനലി വിത്ത് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് ദ ഇൻപുട്ട് വോൾട്ടേജ്. സോ ദാറ്റ് the feedback voltage will be in phase with the input voltage. ആ ഒരു പോയിന്റ് ഏത് ഓസിലേറ്ററിലും പറയണം എങ്ങനെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് നടക്കുന്നത് എന്ന്. അത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട് അവർ. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് Lഉം Cയും തന്നിട്ടുണ്ട്. അടുത്തത് കോൾപിറ്റ് ഓസിലേറ്റർ. കോൾപിറ്റ് ഓസിലേറ്ററിൽ ഇക്വേഷൻ ജനറൽ എക്സ്പ്രഷൻ അത് തന്നെയാണ്, പക്ഷേ ഇവിടെ 2 C ഉള്ളത് കൊണ്ട് യു ഹാവ് ടു ടേക്ക് ദി ഇഫക്റ്റീവ് C ആസ് C1 C2 by C1 + C2. സിയുടെ സീരീസ് കോമ്പിനേഷൻ C1 C2 by C1 + C2. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. 2 C സെൻറ്റർ എർത്ത് ചെയ്യാൻ മറക്കരുത്. കളക്ടറിൽ ടാങ്ക് സർക്യൂട്ട് ഇങ്ങോട്ട് നീക്കി വരച്ചിരിക്കുന്നു. വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്.
കളക്ടർ ലോഡിനെ ഒരു RF ചോക്കും കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇൻ കോൾപിറ്റ് ഓസിലേറ്റർ റീപ്ലേസ് എ കളക്ടർ ലോഡ് വിത്ത് RF ചോക്ക്. ദെൻ ടാങ്ക് സർക്യൂട്ട് കളക്ടറിൽ കണക്ട് ചെയ്യുക, സെൻറ്റർ ടാപ്പ് ചെയ്യുക, C2 ഇങ്ങോട്ട് ഫീഡ്ബാക്ക് വരണം. പലപ്പോഴും തെറ്റി വരയ്ക്കാറുള്ളത് എർത്ത് പോയിന്റ് ഇവിടെ എർത്ത് കൊടുക്കും. അങ്ങനെയല്ല, ആംപ്ലിഫയറിൻ്റെ എർത്ത് ആദ്യം വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ടാങ്ക് സർക്യൂട്ടിനെ വരച്ച് അത് തിരിച്ച് ഇൻപുട്ടിലേക്ക് കൊടുക്കുക. ഈ ലൈനും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, അത് ശ്രദ്ധിക്കണം. സർക്യൂട്ട് വരയ്ക്കുമ്പോൾ പലപ്പോഴും തെറ്റാറുള്ളതാണ്. ഇപ്പോൾ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ സെൻറ്റർ ടാപ്പ് capacitor introduces 180 degree phase shift. CE amplifier operation introduces 180 degree phase shift. So altogether 360 degree phase shift between the input and the output. That is, finally the phase shift is 0. 360 എന്ന് പറഞ്ഞാൽ 0 ആണ്. So center tapped capacitors introduce 180 degree phase shift and CE configuration introduces 180 degree phase shift. ഇതാണ് കോൾപിറ്റ് ഓസിലേറ്റർ. ഇനി ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ നോക്കണം. ഈ സർക്യൂട്ടിൽ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ടൻസ് ഓഫ് വോൾട്ടേജ് അക്രോസ് ഫീഡ്ബാക്ക് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. അപ്പോൾ ഇറ്റ് ഈസ് എ വോൾട്ടേജ് അക്രോസ് ദ സെക്കൻഡ് കപ്പാസിറ്റർ C2 ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ഫസ്റ്റ് കപ്പാസിറ്റർ. അതായത് ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. എർത്തും ഈ പോയിൻറ്റും തമ്മിലുള്ളത് ആണല്ലോ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇത് ഔട്ട്പുട്ട് വോൾട്ടേജും ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജാണ് ഫീഡ്ബാക്ക് വോൾട്ടേജായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് VF ബൈ V ഔട്ട് എന്ന് പറയുമ്പോൾ റിയാക്റ്റൻസ് ഓഫ് C2 ബൈ റിയാക്റ്റൻസ് ഓഫ് C1. പക്ഷെ നമുക്കറിയാം റിയാക്റ്റൻസ് 1/C ഒമേഗയാണ്. കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് 1/C ഒമേഗ. സോ MV ചെയ്യുമ്പോൾ C1/C2 ആണ് വരിക. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ഇപ്പോൾ ഒരു ഓസിലേറ്ററിൽ എങ്ങനെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുന്നത്, സർക്യൂട്ട് എങ്ങനെയാണ്, അതിൻ്റെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്താണ്, അതിൻ്റെ റെസൊനൻറ്റ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഒരു ഓസിലേറ്ററിൽ പറയണം, ഏത് ഓസിലേറ്റർ ആണെങ്കിലും. പിന്നെ C1ഉം C2ഉം തന്നിട്ട് Lഉം തന്നിട്ടുള്ള ഒരു ഇക്വേഷൻ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കാം. C is equal to C1 C2 by C1 plus C2 ചെയ്യണം. അത് കഴിഞ്ഞ് ഫീഡ്ബാക്ക് ഫ്രാക്ഷനും അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഹാർട്ട്ലി ഓസിലേറ്ററാണ്. എഗെയിൻ കോൾപിറ്റിൽ 2 C വെച്ച സ്ഥലത്ത് 2 L ഇവിടെ വയ്ക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന Lനെ C റീപ്ലേസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. കളക്ടർ ലോഡ് RF ചോക്ക് തന്നെയാണ്. ഇവിടെ സെൻറ്റർ ടാപ്ഡ് L ആണല്ല, ഇൻഡക്റ്റൻസ് ആണുള്ളത്. ഫേസ് ഷിഫ്റ്റ് 180 degree phase shift because of transistor action and 180 degree phase shift because of center tapped inductance coil in the tank circuit. Output voltage L1 in the across the voltage and output voltage. അതായത് ഈ പോയിൻറ്റും എർത്തും തമ്മിൽ, അതായത് ഈ പോയിൻറ്റും എർത്തും തമ്മിൽ എന്ന് പറഞ്ഞാൽ L1ൻ്റെ അക്രോസുള്ള വോൾട്ടേജാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ L2ൻ്റെ അക്രോസുള്ള വോൾട്ടേജാണ് ഫീഡ്ബാക്ക് വോൾട്ടേജ്. ഇവിടെ കപ്പാസിറ്റർ വരയ്ക്കണം. ഒരു ചെറിയ ഡൗട്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച സർക്യൂട്ടിൽ ഇൻപുട്ട് കപ്പാസിറ്ററെ വിട്ടുപോയിരുന്നോ എന്നൊരു സംശയമുണ്ട്. കോൾപിറ്റിലാണെങ്കിലും ഹാർട്ട്ലിയിലാണെങ്കിലും please see to it that a small correction, there should be a capacitor, input capacitor here. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിട്ടുപോയോ എന്നൊരു ചെറിയ സംശയമുണ്ട്. സോ പ്ലീസ് നോട്ട് ഇറ്റ് ആസ് എ കറക്ഷൻ. ഇനി ഇവിടുത്തെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഗെയിൻ ജനറൽ എക്സ്പ്രഷൻ സെയിം ആണ്, 1/2π√LC.
പക്ഷേ ഇവിടെ 2 L ആണല്ലേ, അപ്പോൾ L1 പ്ലസ് L2 പ്ലസ് 2LM. L1 പ്ലസ് L2 പ്ലസ് 2LM. LM 2M. M എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽസ് L1 ആൻഡ് L2. അതായത് L1 L2 എന്നുള്ള കോയിൽ അടുത്തിരിക്കുന്നത് കൊണ്ട് അവർ തമ്മിലൊരു മ്യൂച്വൽ ഇൻഡക്ഷന് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ട്വൈസ് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞത്. അതൊരു ചെറിയ വാല്യൂ ആണെങ്കിൽ അതിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ L is equal to L1 പ്ലസ് L2 എന്ന് എടുത്താലും മതി, മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രോബ്ലം എല്ലാം ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് സെൻറ്റർ ടാപ്ഡ് L introduces a phase shift of 180 degree എന്ന് കാണിക്കുന്ന സർക്യൂട്ട്. ഫ്രീക്വൻസി ഓഫ് റെസ്പോൺസ് ഇസ് 1/2 pi root of LC എന്ന് പറഞ്ഞു. ഇനി ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ നോക്കണം. ഫീഡ്ബാക്ക് വോൾട്ടേജ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. അപ്പോൾ റിയാക്റ്റൻസ് ഓഫ് L2 ബൈ റിയാക്റ്റൻസ് ഓഫ് L1. റിയാക്റ്റൻസ് ഓഫ് L2 എന്ന് പറഞ്ഞാൽ L2 ഒമേഗയാണ്. റിയാക്റ്റൻസ് ഓഫ് L1 എന്ന് പറഞ്ഞാൽ L1 ഒമേഗയാണ്. അപ്പോൾ ഫൈനലി എന്ത് വരും? ഇത് സബ്സ്ക്രിപ്റ്റ് അല്ല, ശ്രദ്ധിച്ചോളൂ. ദിസ് ഇസ് ഒമേഗ ഇൻറ്റു L2 ആണ് കേട്ടോ. സോ ഫൈനലി ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്ത് വരും? ഒമേഗ ക്യാൻസലായി പോവും, L2 ബൈ L1 വരും. കോൾപിറ്റിൽ C1/C2 ആണ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ഹാർട്ട്ലിയിൽ L2 by L1 ആണ്. സോ പ്ലീസ് മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. അത് വെച്ച് ഡയറക്റ്റ് ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പുതിയ ഓസിലേറ്റർ, ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഇത്രയും നേരം നമ്മൾ നോക്കിയത് LC ഓസിലേറ്റേഴ്സ് ആയിരുന്നു, LC ടാങ്ക് സർക്യൂട്ട്സ് ആയിരുന്നു, കപ്പാസിറ്ററും ഇൻഡക്റ്റൻസും വെച്ചിട്ടായിരുന്നു. പക്ഷേ LC ടാങ്ക് സർക്യൂട്ടുകൾക്ക് ചെറിയ ഡ്രോബാക്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഡ്രോബാക്ക് ഫ്രീക്വൻസി ഇൻസ്റ്റെബിലിറ്റി. അതാണ്, ഫ്രീക്വൻസി സ്റ്റേബിൾ ആയിരിക്കില്ല LC ഓസിലേറ്ററിൽ, കുറച്ച് സ്ലൈറ്റ് വേരിയേഷൻസ് എല്ലാം വരും. പിന്നെ വളരെ ലോ ഫ്രീക്വൻസി ഓസിലേഷൻസ് ഉണ്ടാക്കാൻ LC ഓസിലേറ്റർ പറ്റില്ല. അപ്പോൾ ഈ 2 ഡ്രോബാക്കുകളെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ RC ഓസിലേറ്ററിലേക്ക് പോകാം. ഒന്ന്, ഇറ്റ് ഗിവ്സ് ബെറ്റർ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ആൻഡ് RC ഓസിലേറ്റർ is convenient for producing low frequency. അപ്പോൾ അങ്ങനെ നമുക്ക് ആ LC ഓസിലേറ്റേഴ്സിൻ്റെ ഡ്രോബാക്ക് പറഞ്ഞ് RC ഓസിലേറ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജും അതാണെന്ന് പറഞ്ഞ് അതിലേക്ക് കടക്കാം. അപ്പോൾ RC ഓസിലേറ്ററിൽ ഇനി ഫേസ് ഷിഫ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓഫ് കോഴ്സ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നത് C ആംപ്ലിഫയർ ആക്ഷൻ കാരണമാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും ഔട്ട് ഓഫ് ഫേസ് ബൈ 180 ഡിഗ്രി ആയിരിക്കും. ഇനി ഒരു എക്സ്ട്രാ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നത് RC നെറ്റ്വർക്കിൽ കൂടെയാണ്. എന്താണ് RC നെറ്റ്വർക്ക് എന്ന് നോക്കാം. ഒരു Rഉം Cയും ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു നോ ദാറ്റ് വോൾട്ടേജ് അക്രോസ് R ആൻഡ് C ഡിഫേഴ്സ് ബൈ എ ഡെഫിനിറ്റ് ഫേസ് ആംഗിൾ. അപ്പോൾ നമ്മൾ വിൽ ചൂസ് R ആൻഡ് C ഇൻ സച്ച് എ വേ ദാറ്റ് ഓരോ Rഉം Cയും 1 unit of RC introduces a phase shift of 60 degree. So 60 plus 60 phase shift plus 60 degree phase shift will totally give you 180 degree phase shift. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് സർക്യൂട്ടായിട്ട് വരാൻ പോകുന്നത്, ഫീഡ്ബാക്സ് എലിമെൻറ്റ്. അപ്പോൾ പറഞ്ഞത് ഈ ഒരു സർക്യൂട്ടിൽ, ഒരു CM Rഉം ഉള്ള ഒരു ലീനിയർ സർക്യൂട്ടിൽ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ്
is made to lead the voltage across capacitor by 60 degree. So 60 plus 60 plus 60 will give you 180 degree phase shift. ഇനി നമുക്ക് അപ്പോൾ എങ്ങനെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് സാധിക്കുന്നത് എന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സർക്യൂട്ടിലേക്ക് കടക്കാം. ഇതാണ് പ്രാക്ടിക്കൽ സർക്യൂട്ട് ഓഫ് phase shift oscillator. ഒരു RC oscillator. This is known as phase shift oscillator. ഇവിടെ ആദ്യം നമുക്ക് സാധാരണ പോലെ ഒരു C ആംപ്ലിഫയർ വരയ്ക്കാം. ഇവിടെ ബേസ് റെസിസ്റ്റർ ബയസിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ സർക്യൂട്ടിൽ കേട്ടോ. വേണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിംഗ് വെച്ചിട്ടും ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിനെ ഇവിടെ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഈ ടെക്സ്റ്റിലെ സൗകര്യത്തിന് വേണ്ടി വരച്ചിരിക്കുന്നത് ബേസ് റെസിസ്റ്റർ ബയസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, RB. പിന്നെ RC ഉണ്ട്, RE ഉണ്ട്, CE ഉണ്ട്. ഇതെല്ലാം എപ്പോഴും ഉള്ള കാര്യങ്ങളാണ്. ഔട്ട്പുട്ട് കളക്ടറിൽ നിന്ന് കപ്പാസിറ്റർ വെച്ച് പുറത്തേക്ക് എടുക്കുന്നു. ഇനി ആ ഔട്ട്പുട്ട് തിരിച്ച് ഒരു CR അങ്ങനെ 3 RC നെറ്റ്വർക്കിൻ്റെ ഒരു കോമ്പിനേഷനിൽ കൂടെ പോയി അത് തിരിച്ച് ബേസിലേക്ക് വരുന്നു. ഇതാണ് അപ്പോൾ ഫീഡ്ബാക്കിൻ്റെ ലൈന്. ഇപ്പം നമ്മൾ നോക്കി, ഇങ്ങനൊരു യൂണിറ്റ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തരും. പിന്നെ ട്രാൻസിസ്റ്റർ ആക്ഷൻ കാരണം 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. സോ ഓൾ ടുഗെദർ the feedback voltage will be in phase with the input at the base. Input at the base എന്ന് പറഞ്ഞാൽ നമ്മൾ സിഗ്നലായിട്ട് വേറെ ഒന്നും കൊടുക്കുന്നില്ല. It picks up, isn't it? അപ്പോൾ this is how you should explain the working of a phase shift oscillator. This is a RC oscillator. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഔട്ട്പുട്ടിൽ നിന്ന് ഈ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ കൂടെ പോയി അത് തിരിച്ച് ബേസിലേക്ക് കണക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് RC ആണല്ലോ. അപ്പോൾ F is equal to 1/2π RC √6 എന്നാണ് വരുന്നത്. ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് PG ലെവലിലെല്ലാം നോക്കാം. സോ നൗ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. Phase shift oscillator resonant frequency is 1/2π RC √6. ഇവിടെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് EI/E0. EI എന്ന് പറയുന്നത് ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജാണ്. സോറി, E0 ഔട്ട്പുട്ട്. E0 അല്ല, E ഔട്ട് എന്ന് വിളിക്കാം. E ഔട്ട് എന്ന് പറയുന്നത് ഇതാണ് ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ്. അപ്പോൾ അത് പിന്നെ ഇൻപുട്ട് വോൾട്ടേജ് EI, ബേസിൽ ഫൈനലി വരുന്ന വോൾട്ടേജാണ് EI. ഇതിനെ നമുക്ക് E ഔട്ട് എന്ന് വിളിക്കാം. സോ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഇസ് ഡിഫൈൻഡ് ആസ് EI/E ഔട്ട്. 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൻ്റെ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്യുക, ഫ്രീക്വൻസി എക്സ്പ്രഷൻ പറയുക, ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ പറയുക, വർക്കിങ്ങിനെ പറ്റിയും സർക്യൂട്ടും പറയുക. സോ ദീസ് ആർ ദ points for any oscillator. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. Phase shift oscillator has got many advantages. It does not require transformer or inductor. Transformer ആവശ്യമില്ല. Like the first circuit that we discussed, tuned collector oscillator മാതിരി ട്രാൻസ്ഫോമർ ആവശ്യമില്ല. പിന്നെ ലോ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യാൻ ഫേസ് ഷിഫ്റ്റാണ് ഏറ്റവും നല്ലത്. ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഫേസ് ഷിഫ്റ്റിനാണ് മാക്സിമം ഇപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഓസിലേറ്റേഴ്സും വെച്ച്. എന്നിരുന്നാലും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റാർട്ട് ദി ഓസിലേഷൻസ് ഇൻ ദിസ് ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ബിക്കോസ് ഫീഡ്ബാക്ക് ഇസ് ജനറലി ലെസ്. അതുകൊണ്ട് ബാക്കി ഓസിലേറ്റേഴ്സിനേക്കാൾ ഇത് ഓസിലേഷൻസ് ഉണ്ടായി തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫേസ് ഷിഫ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഒരു ചെറിയ ഡ്രോബാക്ക്. സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പവർ ഔട്ട്പുട്ടും കുറവായിരിക്കും ഫേസ് ഷിഫ്റ്റിൽ.
കാരണം ഇവിടെ ആംപ്ലിഫിക്കേഷൻ വളരെ കുറവാണ് വരുന്നത്. ഇനി അത് വെച്ചൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫ്രീക്വൻസി ഓഫ് റെസ്പോൺസ് പറഞ്ഞു 1/2π(RC√6) ആണെന്ന്. ഓക്കെ, അപ്പോൾ ലോ ഫ്രീക്വൻസീസിലാണ് സാധാരണ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഉപയോഗിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയൊരു ഓസിലേറ്റർ ഉള്ളത് ക്രിസ്റ്റൽ ഓസിലേറ്ററാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ കാറ്റഗറിയേക്കാൾ LC ഓസിലേറ്റർ ആണെങ്കിലും RC ഓസിലേറ്ററിനാണെങ്കിലും എറർ കുറച്ചെല്ലാം ഉണ്ടാവും. പക്ഷേ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഈസ് എക്സ്ട്രീംലി ഹൈ. ഈ പറഞ്ഞ ഓസിലേറ്റേഴ്സിനേക്കാളും ഒരു 100 ഇരട്ടി 1000 ഇരട്ടി ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഉണ്ടാവും ക്രിസ്റ്റൽ ഓസിലേറ്റർ. അതാണ് അടുത്ത ഓസിലേറ്റർ. പക്ഷേ അത് നിങ്ങൾക്ക് സിലബസിൽ ഇപ്പോൾ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ ചാപ്റ്ററിൻ്റെ ബാക്കിലുള്ള സോൾവ് പ്രോബ്ലംസ് എല്ലാം നോക്കുക. എല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഇക്വേഷൻസ് നിങ്ങൾക്ക് തിയറി പഠിച്ചാൽ ക്ലിയർ ആയിരിക്കും. ഓസിലേറ്റേഴ്സിനുള്ള പ്രോബ്ലം കിട്ടിയാൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ കോൾപിറ്റലാവുമ്പോൾ C = C1 C2/C1 + C2 എന്നുള്ള അത് മറക്കരുത്. 1/2π√LC എഴുതുമ്പോൾ ഹാർട്ട്ലി ഓസിലേറ്ററിലാണെങ്കിൽ L2/L1 ആണ്. ഇപ്പോൾ സോൾവ് പ്രോബ്ലംസ് എല്ലാം നോക്കുക. ദെൻ ദിസ് മോഡൽ ക്വസ്റ്റ്യൻസ്. ന്യൂമറിക്കൽ പ്രോബ്ലം സെക്ഷനിൽ എല്ലാതും വർക്കൗട്ട് ചെയ്ത് നോക്കിയിരിക്കണം. എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. Okay, thank you.